നമ്മള് മാങ്ങ ഉപ്പിലിടാൻ പോണേ കേട്ടാ. കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഉപ്പിലിടാം. നമ്മളിത് കഴുകി വെച്ചേക്കാണ്. എന്നാലും ഇത് കണ്ട വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചിട്ട് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇടാം. വലിയ കുപ്പിയാണ്, പോരാണ്ട് വരുമല്ലേ മാങ്ങ. കുറച്ചും കൂടെ മാങ്ങ എടുക്കാൻ നോക്കും. ഇത് നമ്മള് വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു മാങ്ങ എടുത്തുണ്ട് കേട്ടാ. ചെറിയ മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ചെറുതല്ലേ, ഇനി ചിലപ്പോൾ ഒരെണ്ണം അങ്ങാനും കൊണ്ടിട്ട് താഴും. ഇത് ചെറുതായിട്ടേ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. കുഞ്ഞി മാങ്ങയിരുന്നെങ്കിൽ നമുക്ക് ഈ ഉപ്പ് മാത്രം മതി. അവിടെ ഇരുന്നിട്ട് അത് ചുങ്ങും, അതിൻ്റെ നിന്ന് വെള്ളം ഊറി വരും. ഇതിപ്പോ വലിയ മാങ്ങയല്ലേ, അത്രയും വെള്ളം വരൂല. ഇങ്ങനെ കിടക്കാവുന്ന വെള്ളം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഉപ്പ് പാകമാണെന്ന് നോക്കണം. ഇപ്പൊ പോരാണ്ട് വരും, കാരണം ഈ മാങ്ങക്ക് നല്ല പുളിയുണ്ട്. നമ്മള് കുറച്ചും കൂടെ ഉപ്പങ്ങട് മീതെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പുളിയുടെ വെള്ളം എല്ലാം കൂടെ മിക്സായി അങ്ങനെ നല്ല പുളിവെള്ളം കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ മാങ്ങ ചുങ്ങി ആളുത്തും വരും. നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം, ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം, പല പല സാധനങ്ങൾ ഉണ്ടാക്കാതുകൊണ്ട്.